അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയായ ജ്ഞാനശേഖരന് ജീവപര്യന്തം തടവ് ശിക്ഷയും 90,000 രൂപ പിഴയും. ചെന്നൈ മഹിളാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ബലാത്സംഗം ഉൾപ്പെടെ 11 വകുപ്പുകൾ ചുമത്തിയാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതിയെ കുറഞ്ഞത് 30 വർഷം വരെ പുറത്തുവിടരുതെന്നും ജയിലിൽ പ്രത്യേക പരിഗണന നൽകരുതെന്നും കോടതി ഉത്തരവിട്ടു. എവിഡൻസ് நீதிமன்றத்திற்கு திருப்திகரமாக இருந்ததனால் தான் இன்றைக்கு இவ்வளவு பெரிய முக்கியத்துவம் வாய்ந்த ஜட்ஜ்மெண்ட் இன்றைக்கு கிடைத்திருக்கு. எல்லா விட்னஸஸும் மிக அருமையாக அரசு தரப்பிற்கு சாட்சியை நிரூபிக்கக்கூடிய வகையில் அவங்களுடைய எவிடன்சஸ் இருந்தது அப்படின்றத நான் சொல்லிக்கிறேன். மேக்ஸிமம் இந்த குற்றச்சாட்டுக்கு மேக்ஸிமம் பனிஷ்மெண்ட் இதுதான். രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയെ ഡിസംബർ 23 രാത്രി സുഹൃത്തിനൊപ്പം ക്യാമ്പസിലെ ഹോസ്റ്റലിലേക്ക് മടങ്ങും വഴി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് കേസ്. പരാതി നൽകിയാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും പ്രതി ഭീഷണിപ്പെടുത്തിയെങ്കിലും പിറ്റേന്ന് വിദ്യാർത്ഥിനി പോലീസിനെ സമീപിക്കുകയായിരുന്നു. ക്യാമ്പസിന് സമീപം ബിരിയാണി വിൽക്കുന്നയാളാണ് ജ്ഞാനശേഖരൻ. ഇയാൾ DMK യുവജന വിഭാഗം പ്രവർത്തകനാണെന്നും DMK നേതാക്കളിൽ ചിലർ ഇയാളെ സഹായിക്കാൻ ശ്രമിച്ചെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. കോഴക്കേസിൽ ED ഉദ്യോഗസ്ഥന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി നീട്ടി. കേസ് ഒത്തുതീർപ്പാക്കാൻ 2 കോടി രൂപ കൈക്കൂലി ചോദിച്ചെന്ന വിജിലൻസ് കേസിലാണ് നടപടി. ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള ഉത്തരവാണ് കോടതി നീട്ടിയത്.